അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് വളരെ അധികം ധൃതിയിൽ ഞാൻ നിൽക്കുകയാണ്. സമയമൊന്നുമില്ല, ജസ്റ്റ് പെട്ടെന്നാണ് ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഓഫീസിൽ പോകണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഗൈസ്, ഞാനൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കാനാണ് കേട്ടോ. രാവിലെ നേരമില്ല, ജസ്റ്റ് ഞാൻ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വീഡിയോ പിടിക്കുന്നു, നിങ്ങളെ കാണിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചപ്പാത്തിയാണ്. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി പരത്തണം, ചൂടണം, ഭയങ്കര പാടല്ലേ, ഒരുപാട് സമയമെടുക്കും. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അധികം നേരമൊന്നും വേണ്ട. ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചപ്പാത്തിയാണ്. ഇപ്പം ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാനാണ്. അപ്പോൾ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം, സമയം എങ്ങനെ ലാഭിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ടൈമില്ലാത്തവർക്ക് അത് പെട്ടെന്ന് ഉള്ള ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അത്. നമുക്കിത് കഴിക്കുമ്പോൾ കറക്റ്റ് ചപ്പാത്തി പോലെയാണ് ചപ്പാത്തി അല്ല, പൊറോട്ട പോലെയാണ്. നല്ല ടേസ്റ്റാണ്. ചിലപ്പോൾ നമുക്ക് ഈ ചപ്പാത്തി കഴിക്കാനൊക്കെ ഭയങ്കര മടുപ്പായിരിക്കും. അപ്പം ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും. കാരണം നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കഴിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ രാവിലെ, ഒന്നാമത് എനിക്ക് ഈ രാവിലെ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് നേരം വേണം. പിന്നെ എപ്പോഴും കഴിക്കുന്ന ഭക്ഷണമാണെങ്കിൽ ഭയങ്കര മടുപ്പുമായിരിക്കും, പെട്ടെന്ന് ഇറങ്ങത്തുമില്ല. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യും, നമുക്കൊരു ഇതുണ്ടാകത്തില്ല. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് കറിയില്ലാതെയും കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇപ്പം ഞാനിപ്പം മുട്ടക്കറിയുടെ കൂടെ കഴിക്കുന്നത്, എല്ലാതെയും ഞാൻ വെറുതെയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പം പരത്താൻ അറിയാത്തവർക്ക്, അതായത് പാചകം തുടങ്ങുന്നവർക്കൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാം. പിന്നെ അതിലൊരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് രാവിലെ തന്നെ നമ്മൾ കുഴക്കുവാണെങ്കിൽ അന്നേരം തന്നെ നമ്മൾ അത് ചുട്ടെടുക്കണം. ഒരുപാട് നേരം വെക്കാൻ പറ്റത്തില്ല. അന്നേരം തന്നെ നമ്മൾ ചുട്ടെടുക്കണം. ബാക്കി മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഉണ്ടാക്കി പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അത് ചീത്തയായി പോകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മളത് കറക്റ്റായിട്ട്, അതായത് അപ്പം തന്നെ നമ്മളത് ഉണ്ടാക്കാനായിട്ട് നോക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, സമയം വേണ്ട. അതുപോലെ കുക്കിംഗ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്, ടേസ്റ്റിയാണ്, എല്ലാം കൊണ്ട് നല്ലൊരു ഉഗ്ര സംഭവമാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗ്യാസ് തലേ ദിവസത്തെ ചോറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കുക കേട്ടോ. അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കാതെ ചോറിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അധികം അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം അടിച്ചു കഴിയുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് വരും കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ ചോറാണല്ലോ, അപ്പോൾ വെള്ളം ഒഴിച്ചടിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വരും. ഇതുപോലെ പേസ്റ്റ് പരുവത്തിൽ നമ്മുടെ പൊടിയുടെ മുകളിലൊഴിക്കുക. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഉപ്പ് വെള്ളം ചൂടാക്കുകയോ അതൊന്നും വേണ്ട. നമ്മുടെ ഈ പേസ്റ്റ് അത് ഇങ്ങോട്ട് ഒഴിക്കുക. ചോറ് വെള്ളമൊഴിച്ച് അടിച്ച പേസ്റ്റ് നമ്മൾ അതിനകത്തിട്ടൊഴിക്കുക. എന്നിട്ട് ആവശ്യത്തിനൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് കുഴക്കുമ്പോൾ തന്നെ നമ്മുടെ ചപ്പാത്തി പരുവമായി. ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് നമ്മൾ കുഴച്ചെടുക്കണം. നമ്മൾ ബലമൊന്നും പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഒക്കെ ഭയങ്കരമായിട്ടും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് എല്ലായിടത്തും മിക്സ് ചെയ്ത് ഇച്ചിരി ഓയിലൊഴിക്കുക കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് വരെ നമ്മൾ ഓയിലാണ് ഇതിൽ ചേർക്കുന്നത്. കയ്യിൽ നമുക്ക് പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഓയിലൊഴിക്കുന്നത്. ഇതാ കണ്ടോ, ഓയിലൊഴിച്ച് മിക്സ് ചെയ്ത് തന്നെ ഈ പരുവത്തിലായിട്ടോ. ഇച്ചിരി എടുത്തിട്ട് കയ്യിൽ നല്ല രീതിയിൽ നമ്മൾ ഉണ്ട പിടിക്കുക. ഒരുപാട് പ്രസ് ചെയ്യാനൊന്നും വേണ്ട. ഇതിൻ്റെ കുറച്ച് പൊടി ഇട്ട് വേണം കേട്ടോ പരത്താനായിട്ട്.
അപ്പോൾ നല്ല സ്മൂത്ത് ആയതുകൊണ്ട് അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ പൊടിയിടുന്നത്. അപ്പോൾ ഇത് പരത്തുക. ഒരുപാട് ചപ്പാത്തി പോലെ നീളത്തിൽ പരത്തരുത്. നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്നിട്ട് ഇച്ചിരി പരത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അവിടെ എല്ലാത്തിലും ആക്കുക. എന്നിട്ട് ഇതൊന്ന് മടക്കുക. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ താഴെ ഇച്ചിരി പൊടി ഇടുക. എന്നിട്ട് ഇതിൻ്റെ മേളിൽ നല്ലോണം പരത്തുക. പരത്തിയതിന് ശേഷം അതിൻ്റെ മേളിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് മടക്കി പരത്തണം. ഓക്കെ, അപ്പോൾ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നമ്മൾ ചുട്ടെടുക്കണം. അത് ഒട്ടിപ്പിടിക്കരുത്, ഒരുപാട് നേരമൊന്നും വെക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇതുപോലെ മടക്കി നിങ്ങൾ പരത്തുക. എന്നിട്ടത് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പരത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഗ്യാസ് കത്തിച്ചു, ചട്ടി ചൂടായി, ഞാൻ തിരിച്ചിട്ടു. കുറച്ച് തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് നേരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും കുറച്ചിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അത് കമത്തിയിട്ട് എണ്ണ ഒഴിച്ചെടുക്കുക. അങ്ങനെ ഇതാ എല്ലാം അതുപോലെ അങ്ങോട്ട് എടുക്കുവാണ്. അപ്പോൾ ഇതാ എല്ലാം അങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് കേട്ടോ. ഞാനിവിടെ എനിക്കും ഷയാനും ഉമ്മയ്ക്കും രാവിലത്തേക്കുള്ളതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുങ്ങാനൊക്കെ പോവാണ് ഓഫീസിൽ പോകാൻ. ടാറ്റാ, ബൈ ബൈ.